നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരി മരുന്ന് കേസിൽ പോലീസിന് തിരിച്ചടി. നടൻ ലഹരി ഉപയോഗിച്ചെന്ന് പരിശോധനയിൽ തെളിയിക്കാനായില്ല. നടന് അനുകൂലമായാണ് ഫോറൻസിക് റിപ്പോർട്ട് വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, നമുക്കറിയാം ഈ ലഹരി കേസിന് പിന്നാലെ ഉണ്ടായ സംഭവവികാസങ്ങൾ, പിന്നീട് ഷൈൻ ടോം ചാക്കോയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, വലിയ മനപരിവർത്തനം ഉണ്ടാകുന്നു, ലഹരിയിൽ നിന്നും പൂർണ്ണമായും താൻ ഒഴിയുന്നു. കാരണം ഷൈൻ ടോം ചാക്കോയുടെ പിതാവിൻ്റെ മരണവും അതിനുശേഷം അദ്ദേഹത്തിന് സംഭവിച്ച മാറ്റങ്ങളും പിന്നീട് നടന്ന പ്രഖ്യാപനങ്ങളും, ഇനി ലഹരി ഉപയോഗിക്കില്ല, ആ ഒരു തീരുമാനത്തിലേക്കൊക്കെ ഷൈൻ ടോം ചാക്കോ എത്തിയതാണ്. എന്തായാലും ഇപ്പോൾ കോടതിയിൽ നിന്നും അനുകൂലമായ നടപടിയാണ് വന്നിരിക്കുന്നത്. നടൻ ലഹരി ഉപയോഗിച്ചെന്ന് പരിശോധനയിൽ തെളിയിക്കാനായിട്ടില്ല. ഈ ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് അനുകൂലമാണ് കാര്യങ്ങൾ. ഇനി എന്തായിരിക്കും പോലീസിൻ്റെ നടപടി? ടോം, ഇത് നോർത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു നേരത്തെ കേസെടുത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള FSL റിപ്പോർട്ട് വന്നതിനെ തുടർന്നാണ് ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് കണ്ടെത്തിയിരുന്നത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏപ്രിൽ നടന്നിട്ടുള്ള വിവാദമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ഒരു ഹോട്ടലിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ ഡാൻസർ സംഘത്തെ കണ്ട് ഓടി മറയുന്ന സാഹചര്യം, മറ്റൊരു ഹോട്ടലിൽ റൂം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളൊക്കെ അന്ന് പുറത്തു വന്നിരുന്നതുമാണ്. അതേസമയം സംസ്ഥാനത്ത് ഒട്ടാകെ ലഹരി വിതരണം ചെയ്യുന്ന ഒരാളെ തിരക്കിയാണ് തങ്ങൾ അവിടെ എത്തിയതെന്നാണ് ഡാൻസർ സംഘം വ്യക്തമാക്കുന്നത്. അവിടെ എത്തിയപ്പോഴാണ് ഷൈൻ ടോം ചാക്കോയും സുഹൃത്തും ആ ഹോട്ടലിൽ ഉണ്ട് എന്നറിഞ്ഞതും തുടർന്നാണ് ഹോട്ടലിൽ മുറിയിൽ തട്ടിയത് എന്നും ഡാൻസർ സംഘം അന്ന് വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെയാണ് ഇതേ തുടർന്ന് ഷൈൻ ടോം ചാക്കോയെയും അതുപോലെ സുഹൃത്ത് അഹമ്മദ് മുർഷിദിനെയും അന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് അന്ന് പ്രാഥമിക പരിശോധനയിൽ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്താനായില്ല. തുടർന്ന് നഖം, മുടിയൊക്കെ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അയക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. അന്ന് തന്നെ ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന തസ്ലീമ എന്ന് പറയുന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട ലഹരി കേസിലും ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഷൈൻ ടോം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ്, അതായത് ഈ പോലീസ് ഡാൻസർ സംഘം പിന്തുടർന്ന സാഹചര്യത്തിൽ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള സാഹചര്യം തന്നെയാണ് ഇത് വ്യക്തമാകുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ റിലീസ് ചെയ്യേണ്ടുന്ന സാഹചര്യം കാണാൻ കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസ് സമർപ്പിക്കുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോ പൂർണ്ണമായി കേസിൽ നിന്ന് കുറ്റമുക്തനാകുന്ന സാഹചര്യത്തിലേക്ക് തന്നെ ആണ് പോകുന്നത്. അതേസമയം ലഹരിക്ക് അടിമയായിരുന്നു അദ്ദേഹം. അതുമായി ബന്ധപ്പെട്ടുള്ള ട്രീറ്റ്മെന്റുകളും നടന്നിരുന്നു. ലഹരി വിമുക്ത ഇതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നടന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ മരിക്കുന്ന വാഹനാപകടത്തിൽ മരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായത്. അത്തരം കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുമുണ്ട്. അതായത് ഈ ലഹരി മുക്ത ഇതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള യാത്രയ്ക്കിടയിലായിരുന്നു ആ അപകടവും ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ഷൈൻ ടോം ചാക്കോയെ നേരത്തെയും 2015 ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടായിരുന്നു. തുടർന്ന് 10 വർഷത്തിന് ശേഷമാണ് ആ കേസും അതിൽ നിന്നും ഷൈൻ ടോം ചാക്കോയെ കുറ്റമുക്തനാക്കുന്നത്. ഇങ്ങനെ തുടരെ ഷൈൻ ടോം ചാക്കോയ്ക്ക് പിന്നാലെ വന്നിട്ടുള്ള 2 കേസുകൾ, ഇപ്പോൾ വന്നിട്ടുള്ള 2 കേസുകളിലും കുറ്റമുക്തനാണ്, അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. അതേസമയം പോലീസിനെ കണ്ട്, ഡാൻസർ സംഘത്തെ കണ്ടിട്ട് അസാധാരണമായ നിലയിൽ എന്തിനാണ് 3ാമത്തെ നിലയിൽ നിന്നും, ഹോട്ടലിന്റെ 3ാമത്തെ നിലയിൽ നിന്നും ചാടി ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്? അതാണ് ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നത്. ആജ്ഞ, എന്തായാലും ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചില്ലെന്ന്. പക്ഷേ ഈ കേസ് നിലനിൽക്കുമ്പോൾ, കാരണം ലഹരി ഇടപാടുമായി ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമുണ്ടോ? അത്തരം അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടോ? നേരത്തെ നടത്തിയിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടും, അതല്ലെങ്കിൽ ഇപ്പോൾ ഈ തസ്ലീമയുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിൽ നടത്തിയിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടും, ഇപ്പോൾ ഈ കേസുമായി നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്തുള്ള കേസുമായി ബന്ധപ്പെട്ടും ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കണ്ടെത്തൽ. അതേസമയം ലഹരി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എത്തിക്കുന്ന ഒരാളെ പിന്തുടർന്നാണ് അന്ന് ഈ ഹോട്ടലിന് സമീപത്ത് എത്തിയിരുന്നതെന്ന് ഡാൻസർ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഷൈൻ ടോം ചാക്കോയും സുഹൃത്തും അവിടെ ഹോട്ടലിൽ തന്നെ താമസിക്കുന്നുണ്ട് എന്നുള്ള അറിവ് അവർക്ക് ലഭിച്ചതും തുടർന്ന് ഇവരുടെ മുറിയിൽ മുട്ടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ എടുത്തു ചാടിയത് എന്തിനാണ്? അസ്വാഭാവികമായ രീതിയിൽ ഷൈൻ ടോം ചാക്കോ ബിഹേവ് ചെയ്തത് എന്തിനാണ് തുടങ്ങിയ ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ ലഹരി ഉപയോഗിച്ച ശേഷം ഉണ്ടായിട്ടുള്ള അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനമല്ല ഷൈൻ ടോം ചാക്കോ അത്തരത്തിൽ ബിഹേവ് ചെയ്തത്, പെരുമാറിയത് എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരുന്നത്. പ്രത്യേകിച്ചും FSL റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട ഈ
ഷൈൻ ചാക്കോ ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് നഖവും മുടിയും ഒക്കെ അന്ന് പരിശോധനയ്ക്കായി ശേഖരിച്ചിരുന്നു. ആ സാമ്പിളുകളുടെ പരിശോധനാ ഫലം പുറത്തു വന്നതോടെ ഫോറൻസിക് തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഷൈൻ ചാക്കോ ലഹരിക്ക് അടിമ ആയിരുന്നില്ല എന്നുള്ളത്. മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ള കാര്യം അതിൽ ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട്. എന്തായാലും കഴിഞ്ഞ ഏപ്രിലാണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസിനെയും എല്ലാവരെയും, അതായത് പൊതുവെ അത് കണ്ടുന്ന ആൾക്കാരെയും ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടുന്ന ആൾക്കാരെയും കുഴയ്ക്കുന്ന തരത്തിലേക്ക് ഷൈൻ ചാക്കോ ഇങ്ങനെ മൂന്നാമത്തെ നിലയിൽ നിന്ന്, ഹോട്ടലിന്റെ മൂന്നാമത്തെ നിലയിൽ നിന്ന് ജനലിലൂടെ ചാടിയിറങ്ങി ഓടുന്ന രംഗങ്ങൾ ആ സമയത്ത് ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്നുള്ള സംശയത്തിൽ നിന്നാണ് ഷൈൻ ചാക്കോയെ പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കുകയും അതല്ലെങ്കിൽ അതുമായി തുടർന്നുണ്ടായ നടപടികളൊക്കെ അതുമായി ബന്ധപ്പെട്ട് അത്തരമൊരു സംശയത്തിന്റെ പേരിലായിരുന്നു. പക്ഷേ ഷൈൻ ചാക്കോ ഈ കാര്യത്തിൽ, അതായത് പൂർണ്ണമായും ഷൈൻ ചാക്കോയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഇനി അതിന് നടപടിക്രമങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.